ഓക്കെ, അപ്പോൾ കോഴിക്കോട് നിന്ന് ഷാഹിദ് റഹ്മാനും കൂടി ചേരുകയാണ്. ഷാഹിദ് റഹ്മാൻ ഒരു സ്പെഷ്യൽ സ്ഥലത്താണുള്ളത്. നമ്മുടെ സ്വന്തം VS രഞ്ജിത്തിന്റെ വീട്ടിലാണ്. ആ കയ്യിലിരിക്കുന്നത് VS രഞ്ജിത്തിന്റെ ജൂനിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആണോ? കൊച്ചിനൊക്കെ അറിയിച്ചോ? തീർച്ചയായിട്ടും മാധു, ഹാപ്പി ഓണം. എല്ലാ റെക്കോർഡ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം തന്നെ മാധുവിനും എല്ലാവർക്കും ഹാപ്പി ഓണം. എന്റെ കയ്യിലിരിക്കുന്നത് ഇളയ മോനാണ് പേര്. അപ്പം മുകിലിന്റെ കൂടി അതെ 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 കുറെ നേരമായിട്ട് അവരെ ഞാനിങ്ങനെ പിടിച്ചിരുത്തിരിക്കുക. അപ്പൊ അതിന്റെ ചെറിയ ഒരു കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതാ പൂക്കളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്തിന്റെ സുഹൃത്തുക്കളുണ്ട്, ഒപ്പം തന്നെ അടുത്ത വീട്ടിലുള്ള ആളുകളുണ്ട്, അവരുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. നമ്മുടെ അതെ അതെ വലിയ പൂക്കളാണ്, അതുകൊണ്ട് ഇട്ട് തീർന്നിട്ടില്ല, കുറച്ചും കൂടി സമയം എടുക്കും. പൂക്കൾ എവിടെ കഴിയൊപ്പം ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി എത്ര സമയം കൂടി പ്രതീക്ഷിക്കാം? ഇനി ഒരു 2 മിനിറ്റോളം താമസമുള്ളൂ, ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ഇതുള്ളൂ, സമയമുള്ളൂ. ആയിട്ടുണ്ട്, സദ്യ കഴിക്കാനായിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രഞ്ജിത്തേട്ടൻ. അതെ 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 പച്ച ഷർട്ട് ഇട്ട് പൂക്കളം ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് രഞ്ജിത്തിന്റെ മോളാണ്. ഒരു ഹാപ്പി ഓണം പറഞ്ഞ പ്രേക്ഷകർക്ക്. പാട്ട് പാടും? ഭയങ്കര ഒറ്റയടിക്ക് ആൻസർ ആണ്, പാട്ട് പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മറ്റ് സഹപ്രവർത്തകരൊക്കെ തന്നെ ഉണ്ട്, നമ്മുടെ ക്യാമറ ടീമുണ്ട്, അതുപോലെ തന്നെ ബാക്കി നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്. ഒപ്പം തന്നെ ഇതാ നമ്മൾ വീടിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ തൊട്ടടുത്ത വീട്ടിലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഹാപ്പി ഓണം. ഇന്നലെ നിബിദിനായിരുന്നു, ഇന്ന് ഓണാണ്. അടുത്താണ് ആഘോഷങ്ങൾ വന്നിട്ടുള്ളത്. സന്തോഷം. സൗഹൃദം പങ്കിടുന്ന പോലെ ആണല്ലോ. എന്തായാലും ഓണം ഹാപ്പി ആവട്ടെ. ഉഷാറാണല്ലേ? ഉഷാറാണ്. ഓണം എവിടെ എത്തി? ഓണം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ നബിദിനം അങ്ങനെ ഉണ്ടായിരുന്നു? നബിദിനം ആഘോഷിച്ച് അടിപൊളിയായിരുന്നു. ഈ നമ്മളിവിടെ തൊട്ടടുത്ത് ഇത് രഞ്ജിത്തിന്റെ ഫാമിലിയാണ്. അമ്മയുണ്ട്, വൈഫുണ്ട്. വൈഫ് പാട്ട് പാടുന്നു പറയുന്നുണ്ട്. രഞ്ജിത്ത് പാട്ട് പാടണ്ട, പ്രശ്നമാവും. ഫുഡ് കഴിച്ചാൽ പോരാ. സദ്യ രഞ്ജിത്തെ, അതായത് നമ്മുടെ ഈ മലബാർ സൈഡിലേക്കുള്ള സദ്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? മീൻ പൊരിച്ചൊക്കെ മീനൊക്കെ ഉണ്ടാവും. മാധുവിന് അറിയോ എന്ന് അറിയില്ല, നമ്മുടെ മലബാർ സൈഡിലേക്കുള്ള സദ്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇവിടെ അല്ലെങ്കിൽ സദ്യ വിഭവം അതാണ്. അപ്പൊ നമ്മുടെ മലബാർ സൈഡിലേക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതാ ഇവിടെ മീൻ പൊരിച്ചതുണ്ട്, ഒപ്പം തന്നെ ബാക്കി ഉപ്പേരികളുണ്ട്, ഓലൻ, രസം, അതുപോലെ തന്നെ അച്ചാറ്, അതുപോലെ തന്നെ പുളി, അങ്ങനെ എല്ലാ തരത്തിലുള്ള വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ്. ഒപ്പം തന്നെ ചിക്കനും 18 വിഭവം ഉണ്ട് എന്ന് പ്രത്യേകം രഞ്ജിത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയൂ, എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയൂ. രഞ്ജിത്ത്, മാധു ഭയങ്കര പരാതി പറയുന്നുണ്ട്, മാധുവിനെ വിളിച്ചിട്ടില്ല. മാധുവിന്റെ അച്ഛന്റെ വീടും അമ്മയുടെ വീടും ആരോ വീട് പാർസൽ കൊടുത്തയക്കാം. കാർബ് കട്ട് ചെയ്തിട്ട് കഴിക്കുള്ളൂ. അതെ, ജിം ട്രെയിനർ ആണ്. അപ്പം ഈ സദ്യ ഈ ഓണസമയമാവുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ സദ്യ ഒപ്പം തന്നെ പായസം? ഒരു കുഴപ്പമില്ല, എല്ലാം പോയി ഇയറിൽ കിട്ടുന്ന സംഭവം. അടിച്ചു കയറ്റണം. ഈ ചിക്കനും മീനും കൂടി ഉണ്ടാകുമ്പോ ഇരട്ടി സന്തോഷം. അതെ. അഖിലെ, എങ്ങനെയുണ്ട്? ചിക്കനും മീനും വേണോ അതോ സദ്യ മാത്രം? എല്ലാം കൂടി ഉള്ളപ്പോ അല്ലേ റങ്ക് കിട്ടുള്ളൂ. മോന്റെ പേരെന്താ? സ്വാലിഹ് ഇവിടെ തൊട്ടടുത്ത വീട്ടിലുള്ള ആളാണ്. അപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും, നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ളതാണ്. ചേച്ചി, എന്തൊക്കെയാ ഉള്ളത് ഒന്ന് പറഞ്ഞെന്ന്. പുളി, അച്ചാറ്, ഓലൻ, തോരൻ, പിന്നെ ഉപ്പേരി ഉണ്ട്, പിന്നെ മീൻ വറുത്തത്, പിന്നെ സാമ്പാറ്, അവിയല്, കടുമാങ്ങ അച്ചാറ് സ്പെഷ്യൽ, മോര്, കണ്ണിമാങ്ങ, കടുമാങ്ങ എന്ന് പറയും. അങ്ങനെ എല്ലാം ഉണ്ട്. പായസം 2 തരം ഉണ്ട്. എനിക്കൊന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നതിനും ഒപ്പം തന്നെ ഒരു ആവേശം പകരാൻ വേണ്ടി ഞങ്ങളെ തന്നെ തട്ടിക്കൂട്ടിയ ഒരു പാട്ടാണ്. അപ്പം എല്ലാരും റെഡി അല്ലേ? എല്ലാരും ഏറ്റുപാടൂലേ? ആർപ്പോ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പേ, അന്തിക്കൂടം കമ്മത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പം പഴം കഥ പറയടി കക്കറിയിലേ, പുള്ളിക്കുയിലേ തൊഞ്ചയില് വെള്ളം. മതി എല്ലാവർക്കും മനസ്സിലായി. ഇതിപ്പോ ഈ ഒറ്റക്ക് പാടിയ പോലെ. അതെ അതെ, ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഷാഹിദ് റഹ്മാൻ ഒരു ഗ്രൂപ്പ് സോങ് തന്നെ പാടുന്നതാണ്. ഡാൻസ് കളിക്കും, പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടും. ഞങ്ങളുടെ ഒരു സമ്പത്താണ് ഷാഹിദ്. എന്തായാലും കുറെയൊക്കെ തൊട്ട് ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹാപ്പി വേണം.